ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നേരുന്നു. നീ ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹമൊക്കെ മേടിക്കുന്നില്ലേ? ഒത്തിരി കൃപകൾ കൊണ്ടൊക്കെ നിറയുന്നില്ലേ? നീ എന്നാ നിൻ്റെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്? നീ എപ്പോഴും നിന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഉള്ളതിന് വാരിപ്പെറുക്കി കൊടുക്കുന്നതല്ല. ചിലപ്പോൾ നിനക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാവും, നീ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അതല്ല, നിൻ്റെ ജീവിതത്തെ സ്പർശിക്കത്തക്ക രീതിയിൽ നീ എന്നതാ നിൻ്റെ ദൈവത്തിന് കൊടുക്കുന്നത്. ഒരു വിധവ ചെമ്പ് തൊട്ട് കൊണ്ടേ ഇട്ടപ്പോൾ മറ്റ് ധനവാന്മാരിട്ടവരെക്കാരെല്ലാം കൂടുതൽ ഈ വിധവ നിക്ഷേപിച്ചു എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. കാരണം അവളെ ഹൃദയത്തെ തൊട്ടിട്ടുള്ള നിക്ഷേപമായിരുന്നു. വചനം ഇങ്ങനെയാ പറയുക, ഈശോയുടെ മറുപടി. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21 അധ്യായം 4 വാക്യം. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അവർ നിക്ഷേപിച്ചത്, ധനവാന്മാർ നിക്ഷേപിച്ചിട്ടൊന്നും അവർക്ക് പൊള്ളലേറ്റിട്ടില്ല, ഒരു സങ്കടം ഉണ്ടാക്കിയിട്ടില്ല, ഒരു ആകുലത ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വിധവയ്ക്ക് അത് നിക്ഷേപിക്കുമ്പോൾ എല്ലാമാണ് നഷ്ടപ്പെടുന്നത്. അത് ശരിക്കും നൊമ്പരപ്പെട്ടുള്ളൊരു സമർപ്പണമാണ്. ഇന്ന് നീ ഒന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തെ തൊട്ടുകൊണ്ട് എൻ്റെ കർത്താവിന് എനിക്ക് എന്താ കൊടുക്കാൻ പറ്റുക? നീയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിന്നിലേക്ക് എല്ലാം വിട്ടുതരാനായിട്ട്, ഹൃദയം തുറന്ന് വിട്ടുതരുവാനായിട്ട്, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്നൊരു ചിന്ത മാറ്റിവെച്ചിട്ട് സ്വയം വിട്ടുതരാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള നന്മകൾ കൊണ്ട് നിറയാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ